ആയുർവേദം എന്ന മഹാവൈദ്യശാഖ പ്രചാരത്തിലുള്ളപ്പോൾ തന്നെ ഫലപ്രദവും എന്നാൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്നതുമായ മരുന്നുകൾ കേരളത്തിലും മറ്റു നാടുകളിലും പ്രചാരത്തിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ വീട്ടിൽ തന്നെ സ്വന്തമായി തയ്യാറാക്കി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് നെല്ലിക്കാരിഷ്ടം. നെല്ലിക്ക ഉപയോഗിച്ച് അരിഷ്ടം ഉണ്ടാക്കും. അപ്പൊ നെല്ലിക്ക അരിഷ്ടം സാധാരണ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു വരുന്നതാണ്. അതിനകത്തില് രസായനം തന്നെയാണ്. രസായനമായിട്ട് നെല്ലിക്ക അരിഷ്ടത്തെ ഉപയോഗിക്കാം. അരിഷ്ടം എന്ന് പറയുമ്പോൾ അഗ്നി വർദ്ധിപ്പിക്കുന്നതിന് പ്രയോജനപ്പെടുന്ന ഒന്നാണ് അരിഷ്ടം. അപ്പം നെല്ലിക്ക അഗ്നി വർദ്ധിപ്പിക്കുന്നതുമാണ്, മധുരരസവുമാണ്. ഈ ശരീരത്തിലെ കഫത്തിന്റെ ആധിക്യം ഇപ്പൊ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ നമുക്കല്ലാതെ വേർപ്പിക്കുക, ശോധന, വമനം, വിരേചനം ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം പറയുന്നില്ല. ബാലന്മാർക്കും വൃദ്ധന്മാർക്കും വമനം, വിരേചനം ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അരിഷ്ടങ്ങളായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പ്രയോഗങ്ങൾ ക്രമേണ അതിൻ്റെ കൂടെ കിട്ടുകയും ചെയ്യും. അവരുടെ കോഷ്ഠശുദ്ധി, അഗ്നിദീപ്തി ഇതെല്ലാം വർദ്ധിക്കുന്നതിന് അരിഷ്ടങ്ങൾ സഹായിക്കും. അപ്പം നെല്ലിക്കായ നമുക്ക് അങ്ങനെ അരിഷ്ടമായിട്ട് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പം നെല്ലിക്കായുടെ പൂർണ്ണമായ ഗുണം അവിടെ കിട്ടുകയും ചെയ്യും. നെല്ലിക്കായ്ക്ക് കറ്റാലിറ്റിക് ഏജന്റ് എന്നതുപോലെ അരിഷ്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു കറ്റാലിറ്റിക് എന്ന് പറയുമ്പോൾ എന്തിൻ്റെ കൂടെ ചേരുന്നുവോ അതിന് ഉന്തിൻ്റെ കൂടെ ഒരു തള്ള് എന്ന് പറയുന്നത് പോലെ ഈ നെല്ലിക്കായുടെ പ്രയോഗത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതിന് അരിഷ്ടം സഹായിക്കും. അപ്പം നമുക്ക് നെല്ലിക്കായ്ക്ക് കിട്ടുന്ന അതിൻ്റെ മുഴുവനായ പോഷകങ്ങൾ അത് ശീതവീര്യമാണ്, എന്ന മധുരരസമാണ്. അപ്പോൾ കഫത്തെ വർദ്ധിപ്പിക്കാം എന്ന ശോധനമായതുകൊണ്ട് കഫത്തെ ശോധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഒരേ ഡ്രഗിനകത്ത് പല രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദോഷത്തെ ശോധിപ്പിക്കുകയും എന്നാൽ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്ന ഒറ്റ ഡ്രഗായിട്ട് ഉപയോഗിക്കാൻ പറ്റും നെല്ലിക്ക. അപ്പോൾ അരിഷ്ടത്തിനൂടെ ചേർന്നാലോ ഇതിനെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു കിട്ടും. അരിഷ്ടമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ മരുന്നുകൾ അതാണ്. അരിഷ്ടം, ലേഹ്യം, കഷായം, ചൂർണങ്ങൾ ഇതെല്ലാം പ്രത്യേക രൂപത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ കാരണവും ഇതാണ്. സ്ത്രീകളിലും കുട്ടികളിലും അതുപോലെ എല്ലാവരിലും തന്നെ കാണാറുള്ള ഒരു രോഗാവസ്ഥയാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച. ശരീരത്തിലുണ്ടാകുന്ന രക്തത്തിന്റെ അളവ് കുറയുകയും അതിനോടനുബന്ധമായിട്ട് നീർക്കെട്ടും വേദനയും തലകറക്കം മുതലായിട്ടുള്ള പല രോഗാവസ്ഥകളും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നമുക്ക് ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ നേടുന്നതിന് മുൻപായിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്ന വളരെ ലളിതമായിട്ടും എന്നാൽ വളരെ ഫലസിദ്ധിയുമുള്ളതായിട്ടുള്ള ഒരു അരിഷ്ടമാണ് നെല്ലിക്ക അരിഷ്ടം. അതിൽ പ്രധാനപ്പെട്ട ചേരുവകൾ നെല്ലിക്ക, ശർക്കര, അതുപോലെ ഏലം, കുരുമുളക്, ഇലവർങ്ങം, ഉണക്കമുന്തിരി, വളരെ കുറച്ച് ചേരുവകൾ ചേർത്ത് എന്നാൽ വളരെ ഫലപ്രദമായിട്ട് ഉണ്ടാക്കാവുന്ന ഈ അനീമിയയ്ക്കും അതുപോലെ വിളർച്ച തുടങ്ങിയ അവസ്ഥയിൽ ഈ നെല്ലിക്ക അരിഷ്ടം കഴിക്കുന്നതുകൊണ്ട് വളരെ ഗുണം ലഭിക്കുന്നതാണ്. തലകറക്കമൊക്കെ മാറുന്നതിനും അതുപോലെ രക്തത്തിന്റെ അളവ് പെട്ടെന്ന് തന്നെ ഉയരുന്നതിനും ഒക്കെ സഹായിക്കുന്നു. ഈ നെല്ലിക്ക അരിഷ്ടം കിട്ടുമ്പോൾ ആദ്യം തന്നെ നെല്ലിക്ക കഴുകി വെള്ളമില്ലാത്ത വിധത്തിൽ തുടച്ചുണക്കിയെടുക്കാം. നെല്ലിക്കയ്ക്ക് സമമായിട്ട് തന്നെ ശർക്കരയും നന്നായി തല്ലി പൊടിച്ചെടുത്ത് വയ്ക്കാം. അതിനുശേഷം ഏലം, കുരുമുളക്, ഇലവർങ്ങം ഇവ സമമായിട്ട് പൊടിച്ചേർത്ത് സൂക്ഷ്മചൂർണമായിട്ട് പൊടിച്ചു വയ്ക്കുക. ഉണക്കമുന്തിരി കഴുകി കരട് കളഞ്ഞ് തുടച്ച് എടുത്തു വയ്ക്കുക. ഈ നെല്ലിക്കരിഷ്ടം കെട്ടുമ്പോൾ ആദ്യം തന്നെ ഒരു മൺഭരണിയിൽ നെല്ലിക്ക ഏറ്റവും അടിഭാഗത്ത് നിരത്തി ഒറ്റ ലെയറായിട്ട് അല്ലെങ്കിൽ ഒരു നിരയായിട്ട് നിരത്തി വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറേശ്ശെ ശർക്കര തൂവുക. പിന്നെ ഈ ഉണക്കമുന്തിരി കുറച്ച് വിതറിയിടുക. അതുപോലെ ഈ പൊടിച്ചു വെച്ച സൂക്ഷ്മചൂർണം കുറേശ്ശെ തൂവുക. അതിങ്ങനെ ഓരോ അടുക്കടുക്കായിട്ട് മുഴുവനും ഇങ്ങനെ ഈ നെല്ലിക്കയും സൂക്ഷ്മചൂർണവും മുന്തിരിയും അടുക്കി വെച്ചതിന് ശേഷം കാറ്റ് കിടക്കാത്ത വിധം ആ ഭരണിയുടെ വായി കെട്ടി നന്നായി മുറുകെ കെട്ടി സൂക്ഷിക്കുക. 41 ദിവസം ഇതിങ്ങനെ വെക്കാൻ അനുവദിക്കുക. 41 ദിവസത്തിന് ശേഷം അതിൽ നിന്ന് അരിഷ്ടം ഇങ്ങനെ ഊറി വരുന്നതായി കാണാം. ഈ അരിഷ്ടം നമ്മൾ അരിച്ചു മാറ്റി വെക്കുക. എന്നിട്ട് ഈ അതിൽ വരുന്ന ആ കൊറ്റൻ അല്ലെങ്കിൽ ആ നെല്ലിക്കയും അതിന്റെ അവശിഷ്ട ഭാഗങ്ങളും ഒരു തോർത്തില് അല്ലെങ്കിൽ ഈരഴ തോർത്തില് ആ അരിഷ്ടം വീണ്ടും മുഴുവനായിട്ട് ഊർന്നു കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു തോർത്തില് അത് വാരി കെട്ടി കൈ തൊടാതെ ആ ഭരണിയുടെ വായു ഭാഗത്ത് ബന്ധിച്ചു വെക്കുക.
അതിനെ തുടർന്ന് അതിൽ നിന്ന് ഊർന്നു വരുന്ന അരിഷ്ടം മാറ്റിയെടുത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ദഹനത്തിനനുസരിച്ച് 15 മില്ലി മുതൽ 30 മില്ലി വരെ 2 നേരമൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ്. കൊച്ചുകുട്ടികളിലത് 15 മില്ലിയൊക്കെ ദിവസേന 2 നേരവും ഒരു ടോണിക് എന്ന രൂപത്തിൽ തന്നെ കൊടുക്കാവുന്നതാണ്. ഇത് രക്തം കൂടുന്നതിനും അല്ലെങ്കിൽ വിളർച്ചയ്ക്കും അതുപോലെ തലകറക്കം മുതലായിട്ടുള്ള അവസ്ഥയിലൊക്കെ വളരെയധികം ഫലസിദ്ധിയുള്ളതും പൊതുവായിട്ടുള്ള ആരോഗ്യത്തിനും അതുപോലെ കണ്ണിന്റെ വേണ്ട വിധത്തിലുള്ള കാഴ്ചശക്തിക്കും തലമുടിക്ക് നല്ല നിറവും വർണ്ണവും ഒക്കെ കിട്ടുന്നതിന് സഹായിക്കുന്ന ഒരു അരിഷ്ടയോഗമാണ്. നിത്യേന നെല്ലിക്കാരിഷ്ടം സേവിക്കുന്ന പതിവ് പഴയകാലത്തുണ്ടായിരുന്നു. പ്രമേഹം തുടങ്ങിയ മഹാരോഗങ്ങളെപ്പോലും വരുന്നതിനു മുമ്പേ തടയാൻ ഈ മരുന്നു സേവ കൊണ്ട് കഴിഞ്ഞിരുന്നു. ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഈ മരുന്നിന് കഴിയും.